ഈ ചെറിയ തർക്കങ്ങളുടെ പേരിൽ ആളുകളെ കൊല്ലുക, അല്ലെങ്കിൽ മധ്യസ്ഥ ശ്രമത്തിന് വരുന്ന ആളുകളെ ആക്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ തരത്തിലേക്ക് മോശമായ സാഹചര്യം അവിടുത്തെ ഇത്തരം പള്ളികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ പോലും ഉണ്ടായി വരുന്നുണ്ടോ? അത് തീർച്ചയായും. അതായത് അവിടുത്തെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മൊത്തത്തിൽ മലബാറിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഈ മതവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങളുടെ ഇടയിൽ ഈ യാഥാസ്ഥിക വിഭാഗങ്ങളും അല്ലാത്തവരും മുജാഹിദ് വിഭാഗങ്ങളിലൊക്കെ തന്നെയുള്ള പിളർപ്പ്, ഇതെല്ലാം ഭയങ്കരമായ തോതിൽ ഗൾഫ് പണവും അതുപോലെയുള്ളതായ പല വ്യത്യസ്ത സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നുള്ളതായ പണത്തിന്റെ ഒഴുക്കും ആ പണത്തെ മതപരമായ മാർക്കറ്റിങ്ങിലൂടെ ഉപയോഗപ്പെടുത്തുന്നതാണ് ഇപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ കേരളം അപേക്ഷിച്ച പ്രശ്നം. ഞാൻ അന്നൊരിക്കൽ പറഞ്ഞത്, നമ്മൾ തടിയുന്നവിടെ നസീർ പോലും ഇതിന്റെയൊക്കെ തന്നെ ശക്തി, അതായത് മതത്തിന്റെ യഥാർത്ഥമായ ആത്മാവ് ഉൾക്കൊള്ളാതെ മതത്തെ ബിസിനസിന് വേണ്ടി ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള വ്യാജ മതവാച്യ കേന്ദ്രങ്ങളും ഈ സമുദായത്തിൽ വളരെ ശക്തമായി സജീവമായി വന്നുകൊണ്ട് ഈ തെരീക്കത്ത് പ്രസ്ഥാനങ്ങൾ, സൂഫി പ്രസ്ഥാനങ്ങൾ, യാഥാർത്ഥ്യത്തിന്റെ പലതരത്തിലുള്ളതായ വിൽപ്പന കേന്ദ്രങ്ങൾ, ഈ മുടി, അതിന്റെ ദിവ്യത്വം, അതിനെതിരെ അതിനനുഭവം, ഈ കാണുന്നതായ പള്ളികളൊക്കെ ആത്മീയമായ ബോധം കൊണ്ടോ ആത്മീയമായ പ്രചോദനം കൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ മതത്തോടുള്ള വിശ്വാസത്തോടുള്ള ആഭിമുഖ്യം കൊണ്ടോ ഉണ്ടാകുന്നതല്ല. ഓരോരുത്തരും വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാട് നിലത്തിൽ താടി നിന്നിട്ട് തൊപ്പിടുകയും അല്ലെങ്കിൽ അതുപോലത്തെ ഒരു വസ്ത്രം ധരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മതത്തിലെ വലിയ ആളായി മാറുകയും അവർക്കൊക്കെ എന്ത് ചെയ്യാൻ ഏത് രീതിയിലും ആളുകൾ കൈകാര്യം ചെയ്യുന്നു. കുറെ റിയൽ എസ്റ്റേറ്റും കുറെ ബൈക്കും കുറെ ഫോണുമായിട്ട് ഇങ്ങനെ ഈ ആളുകൾ രാവിലത്തെ കുറഞ്ഞ സമയത്ത് മതപഠനം കഴിച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതൊക്കെയാണ് ബിസിനസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആളുകളെ അരങ്ങൊഴിക്കാനും ആളുകളെ വശീകരിക്കാനും വേണ്ടി മതത്തിന്റെ അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ച ചെയ്യാവുന്നതായ കാര്യങ്ങൾ മുഴുവനും അവഗണിച്ചുകൊണ്ട് കടുത്ത തീവ്രത എതിർവിഭാഗത്തിന് നേരെ അമർഷം വർദ്ധിപ്പിക്കുകയും അങ്ങനെ ആളാവാൻ വേണ്ടി ഓരോ ഗ്രാമങ്ങളിലും ഓരോ നാട്ടുമ്പുറത്തിലും വലിയ വലിയ ഇത്തരത്തിലുള്ളതായ ആത്മീയ വ്യാജ വാച്യ കേന്ദ്രങ്ങൾ നിർമ്മിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ വലിയൊരു പഠനത്തിന് വിധേയമാക്കേണ്ടതായ ഒരു വിഷയമാണ്. ഇതിൽ നിന്നാണ് എല്ലാ അർത്ഥത്തിലുള്ള തീവ്രതകളും അതുപോലുള്ള പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ വളർന്നു വരുന്നതെന്നുള്ളതാണ് വസ്തുത. പക്ഷെ ആ തരത്തിലേക്കൊന്നും ആളുകൾ ശ്രദ്ധ പോകുന്നില്ല. പൊതുസമൂഹം അത് മതപരമായ കാര്യങ്ങളല്ല, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല, അവരങ്ങനെയായിക്കോട്ടെ എന്ന് പറയും. ഭരണകൂടങ്ങളാണെങ്കിൽ ഇവരുണ്ടാക്കുന്ന എല്ലാ സ്റ്റേജിനും ഓടിക്കയറി അവർക്കൊക്കെ വേണ്ടി എന്തെല്ലാം സൗകര്യങ്ങൾ നൽകാൻ കഴിയുമോ അതെല്ലാം നൽകും. കാരണം അവർക്ക് ഇവരൊക്കെ ചില ബോട്ടുകളുടെ പോക്കറ്റുകളാണ്. ഈ പോക്കറ്റുകൾ സ്വാധീനിക്കാൻ വേണ്ടി ഒരാളും ഒരു വിവേചന ബുദ്ധി ഇല്ലാതെ ഇത് നമുക്ക് സഹകരിക്കാൻ പറ്റുന്നതാണോ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതാണോ എന്നൊന്നുള്ള യാതൊരു ശ്രദ്ധയുമില്ലാതെ രാഷ്ട്രീയക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി ശ്രീ ഓർഗോ, തങ്ങളുടെ പ്രതികരണം അറിയിച്ചത്.